എന്തോ ഒരു വിഷമം ജിത്തുവേട്ടൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടല്ലോ. എന്താ അത്? ഫ്രഷായി വന്ന് കിടന്ന് ഏറെ നേരമായിട്ടും ഉറങ്ങാതെ കണ്ണും തുറന്ന് ആലോചനയോടെ കിടക്കുന്നവരുടെ മുഖം പിടിച്ചുയർത്തി ആ നെറ്റിയിൽ അമർത്തി ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് അവ തിരക്കി. ഒന്നുമില്ല ജിത്തുവേട്ടാ. അവൻ്റെ നെഞ്ചിലൊന്നും കൂടെ പതിഞ്ഞു കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഒന്നുമില്ലെന്നൊന്നും ഏട്ടൻ്റെ കുഞ്ഞി പറയണ്ട. എന്തുകൊണ്ട് അതങ്ങ് പറഞ്ഞേ. ഇന്നലെ ജിത്തുവേണ്ടേ നിവിക്കുഞ്ഞിന് ഉറങ്ങാൻ പറ്റും. ലൈറ്റ് ഓണാക്കിയ ശേഷം ഹെഡ് റെസ്റ്റിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അവളെയും വലിച്ചുയർത്തി നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി അവളെ തലോടി കൊഞ്ചിച്ചുകൊണ്ട് അബി പറഞ്ഞു. എൻ്റെ ഏട്ടനെക്കുറിച്ച് ഓർത്ത് കിടന്നതാണ് ജിത്തുവേട്ടൻ ഞാൻ. അതെന്താ ഇപ്പോൾ അളിയനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ മാത്രമുള്ളത്? അബി അവളുടെ മുഖത്തേക്ക് മുഖം താഴ്ത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ എന്നിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ജിത്തുവേട്ടാ. എൻ്റെ ഏട്ടനൊരു കൂട്ട് വേണം. അവൻ്റെ നെഞ്ചിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് തന്നെ നിവി പറഞ്ഞു. അതിനിപ്പോൾ അളിയൻ ഒറ്റയ്ക്കല്ലല്ലോ നിവി, ശാരദമ്മ കൂടയില്ലേ. ഇപ്പൊ തന്നെ നോക്കിയേ, വിനയുടെ വീട്ടിൽ 2 ദിവസം മുൻപേ പോകേണ്ടതാണ് ശാരദാമ്മ. അവിടെ അളിയനുള്ള സ്നേഹം കൊണ്ട് ആള് ഇവിടെ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടുമൊക്കെയാണ് പുള്ളിക്കാരി രാവിലെ പോയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ അളിയനിപ്പം തിരികെ വരുന്നത്. അപ്പോൾ അവർ അളിയനെ അത്രയേറെ കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്, എനിക്ക് 2 ദിവസം ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിനയുടെ കല്യാണത്തിന് പോയിട്ട് വരാം. അവർ കൂടെ ഉള്ളിടത്തോളം അളിയൻ ഒറ്റയ്ക്കാവില്ല എൻ്റെ നിവിക്കുഞ്ഞെ. നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്നവളുടെ തലയിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് അബി പറഞ്ഞു. അങ്ങനെയല്ല ജിത്തുവേട്ടാ ഞാൻ പറഞ്ഞത്. ശാരദാമ്മ ഏട്ടൻ്റെ കൂടെയുണ്ട്. അമ്മയ്ക്ക് ഏട്ടൻ സ്വന്തം മകൻ തന്നെയാണ്, അതെനിക്കറിയാം. അബിയുടെ നെഞ്ചിൽ നടന്നു മാറി നിവർന്നിരുന്നുകൊണ്ട് നിവി പറഞ്ഞു. പിന്നെന്താ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം? പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിൽ മെല്ലെ നുള്ളി വിട്ടുകൊണ്ട് അവൻ അവളെ കളിയാക്കി ചോദിച്ചു. എൻ്റെ ഏട്ടന് ഒരു കുടുംബം വേണം. ഏട്ടനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഏട്ടത്തി, കുഞ്ഞുങ്ങളൊക്കെ വേണം. എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരു ജീവിതം അർഹിക്കുന്നില്ല ജിത്തുവേട്ടാ. നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നുകൊണ്ട് നിവി ചോദിച്ചു. നിവി, അതിപ്പോൾ ഉടനെ നടക്കോ? ആ സ്ത്രീ മരിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ. അളിയനോട് ഈ കാര്യം എങ്ങനെ പറയും നമ്മൾ? പറഞ്ഞ തന്നെ അളിയെ സമ്മതിക്കോ? ആലോചനയുടെ അബി തിരക്കി. എനിക്കറിയില്ല, അവരെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ ഏട്ടന് സ്നേഹമുള്ള സന്തോഷമുള്ള ഒരു കുടുംബം വേണം, അതെൻ്റെ ആഗ്രഹമാണ്. ഞാൻ അധികം വൈകാതെ ഏട്ടനോട് സംസാരിക്കും. അന്നേരം ജിത്തുവേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം. ജിത്തുവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. നിറഞ്ഞു വന്ന കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് നിവി പറഞ്ഞു. അതൊക്കെ ശരിയാക്കാം, പക്ഷേ അളിയനെ കുറച്ച് സമയം കൊടുക്കണം നിവി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ്റെ ഭാര്യയെ 6-7 വർഷം കഴിഞ്ഞതാണ് ആ സ്ത്രീ. അത് നമ്മൾ മറക്കാൻ പാടില്ല. എൻ്റെ നിവിയുടെ എല്ലാ ആഗ്രഹത്തിനും ജിത്തുവേട്ടൻ കൂടെ ഉണ്ടാകും കേട്ടോ. നിവിയെ ചേർത്ത് പിടിച്ച് ആ കണ്ണുനീര് ഉപ്പ് പോരണ്ട കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അബി പറഞ്ഞു. ഇന്നൊരു രാത്രി ശാരദാമ്മയ്ക്കൊപ്പം നിന്നോളില്ലേ മോളെ നീ. നാളെ രാത്രി എന്തായാലും ഞങ്ങൾ ഇങ്ങ് തിരിച്ചെത്തും. നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനും മനസ്സില്ല അമ്മയ്ക്ക്. പക്ഷെ പോകാതെയും വയ്യ. ആ മോൻ നമുക്കൊക്കെ എന്തോരം സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. രാവിലെ ആര്യയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും പാത്രത്തിലാക്കി എടുക്കുന്നിടയിൽ രാധിക പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ നിന്നോളാന്ന്. എനിക്ക് ഇവിടെ നിൽക്കാനും പേടി ഒന്നുമില്ല. പിന്നെ അമ്മയ്ക്കും അബിക്കും ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആര്യ ലഞ്ച് ബോക്സ് ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് വിഷമമാണ് ചേച്ചി. ആര്യ ചുറ്റി പിടിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. എന്തിനാ എനിക്കിപ്പോൾ വിഷമം? ഇന്ന് ഒരു രാത്രി അവിടെ തങ്ങിയാൽ മതിയല്ലോ. നാളെ രാവിലെ ഞാൻ ഷോപ്പിൽ പോകും. വൈകിട്ട് തിരികെ വരുമ്പോൾ അവിടെ പോയി നിന്നാലും ഒരു 3 മണിക്കൂർ. അതിനുള്ളിൽ നിങ്ങളും എത്തില്ലേ? വരുന്ന വഴി അവിടുന്ന് എന്നെ കൂടെ കൂട്ടിയാൽ മതിയല്ലോ. ഉള്ളിലെ താല്പര്യമില്ലായ്മ പുറത്ത് കാണിക്കാതെ കുഞ്ഞൊരു ചീരിയോടെ പറഞ്ഞിട്ട് ബാഗുമെടുത്ത് അവരോട് പറഞ്ഞ് ഷോപ്പിലേക്ക് ഇറങ്ങി ആര്യ. നിവി മോള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആര്യ അങ്ങോട്ട് വിടുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്നൊരു രാത്രി ശാരദ ചേച്ചിയോട് ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞേനെ ഞാൻ. ആര്യ പോന്ന് നോക്കി നിൽക്കിയ സ്വയം എന്നോണം പറഞ്ഞു രാധിക. എൻ്റെ അമ്മേ, ചേച്ചി അവിടെ പോയി നിന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. രഞ്ജിച്ചേട്ടൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. അവിടെ ഇനി ശാരദമ്മ കൂടെ ഇല്ലെങ്കിൽ പോലും ചേച്ചി പേടിക്കണ്ട. അമ്മയും ചുറ്റിപ്പിടിച്ചെന്നുകൊണ്ടാണ് അഞ്ചു പറഞ്ഞത്. അതെനിക്കറിയില്ലേ, ആ മോനെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല. ആര്യക്കൊട്ടും താല്പര്യമില്ല അങ്ങോട്ട് പോകാൻ. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടി തോന്നിയാലോ എന്നോർത്ത് അവൾ പോകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചേച്ചി ഒരു രാത്രി ഇവിടെ ഒന്ന് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അടുക്കളയിലേക്ക് നടക്കാനിടയിൽ രാധിക പറഞ്ഞു. നിവി പറഞ്ഞപ്പോൾ ചേച്ചി എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ. മാംഗല്യത്തിൽ നിൽക്കാൻ സമ്മതമാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഇഷ്ടക്കേടൊന്നും ഇല്ലാതെയല്ലേ പറഞ്ഞത്? ആലോചനയുടെ അഞ്ചു തിരക്കി. അവളുടെ മനസ്സ് എനിക്കറിയാം. അവളായിട്ടൊന്നും തുറന്നു പറയില്ലല്ലോ. ഒന്നു പോയി കണ്ടുപോലും പരിചയമില്ലാത്ത വീടാണ്. പിന്നെ ചേച്ചിയും രഞ്ജുമോനെയും പരിചയമുണ്ടെന്നല്ലാതെ അവരുമായി അവൾ വലിയ അടുപ്പമൊന്നുമില്ല. അതൊക്കെ ഓർത്തപ്പോൾ എനിക്കുണ്ട് ചെറിയൊരു വിഷമം. കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിലേക്ക് എടുത്ത് എഴുന്നേഴി പറയുന്ന രാധയുടെ ശബ്ദത്തിൽ ഒരമ്മയുടെ വേവലാതി നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ നിറഞ്ഞ ഷോപ്പിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് മാംഗല്യത്തിലേക്ക് നിവി ഓടിക്കയറി വന്നത്. എന്താ കുഞ്ഞി, ഒറ്റയ്ക്ക് നടന്നാണോടി വന്നത്? ആകെ വിയർത്ത് കുളിച്ചല്ലോ. അബി എവിടെ പോയി? നീ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചോ?
ഓടിക്കയറി വന്നുകൊണ്ട് നേർത്തൊരു കിതപ്പോടെ ഇടുപ്പിൽ കൈകൊത്തി നിന്ന് തന്നെ നോക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ ശ്വാസം വിടാതെ ചോദിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഇവിടേക്ക് വരാൻ 5 മിനിറ്റ് മതി. അതിന് എനിക്ക് എന്തിനാ ഇപ്പോൾ കൂട്ട്? ഞാൻ മുൻപും ഒറ്റയ്ക്ക് പോവുകയും വരികയും ചെയ്തിട്ടില്ലേ എൻ്റെ ഏട്ടൻകുട്ടി? തന്നെ ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഊറിക്കൂടിയ വിയർപ്പൊക്കെ ഒപ്പുന്ന നിരഞ്ജൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചു വിട്ടുകൊണ്ട് നിവി പറഞ്ഞു. എപ്പോഴാ മോളെ നിങ്ങൾ വിനയമോൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഉമ്മറത്ത് വർത്തമാനം കിട്ടി ഇറങ്ങി വന്ന ശാരദാമ്മ തിരക്കി. ഉച്ച കഴിഞ്ഞ് പോകും. അതിനു മുൻപ് ഏട്ടന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ വന്നതാ ഞാൻ. ചിരിയോടെ കണ്ണെന്ന് ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു. എന്നാ പിന്നെ ഏട്ടനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് രഞ്ജി മോനെയും കൂട്ടി വാ. അമ്മ നല്ല അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ കവളിൽ തലോടി പറഞ്ഞിട്ട് ശാരദാമ്മ അകത്തേക്ക് കയറിപ്പോയി. അയ്യോ, ഞാൻ ഇടിയപ്പം കഴിച്ചിട്ടാണ് വന്നത് ഏട്ടാ. എൻ്റെ വയറിൽ ഇനിയൊന്നും കൊള്ളൂല, നിറഞ്ഞിരിക്കുക. ഏട്ടൻ അമ്മയോടൊന്ന് പറയണേ. നിരഞ്ജൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചിരുന്നുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഇരുന്ന് ഇത്തിരി കഴിക്കു കുഞ്ഞി. എന്നിട്ട് ഷോപ്പിൽ പോകുമ്പോൾ നിന്നെ അവിടെ വിട്ടിട്ട് പോയിക്കോളാം ഞാൻ, വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ നിവിയുടെ തലയിൽ തലോടി. ആ അടയല്ലേ, ഞാൻ ഇച്ചിരി കഴിച്ചോളാം, നിവി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ വേഗം പറഞ്ഞു. എൻ്റെ കുഞ്ഞിക്ക് എന്താ എന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നിരഞ്ജൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെയാണ് തിരക്കിയത്. അതില്ലേട്ടാ, വലിയ കാര്യമൊന്നുമില്ലെന്നേ, എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി. നിവി അവനെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാ പറഞ്ഞു ഏട്ടനോട്, കുഞ്ഞിക്ക് എന്തും പറയാലോ. അവളുടെ മുഖത്തെ ചെറു ചിരിയിലേക്ക് നോക്കി ആ തലയിൽ തലോടിക്കൊണ്ട് അതേ സ്നേഹത്തോടെ പറഞ്ഞു നിരഞ്ജൻ. അതില്ലേട്ടാ, നിവി ഒരു കൊഞ്ചലോടെ പറഞ്ഞിട്ട് കള്ളത്തരം നിറഞ്ഞ ചിരിയോടെ നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞോടി പെണ്ണേ. അവളുടെ മുഖത്തെ കള്ളത്തരം നിറഞ്ഞ ചിരി കാണേ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി നിരഞ്ജൻ പൊട്ടി വന്ന ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി ഇന്ന് രാത്രി ഇവിടെ നിൽക്കില്ലേട്ടാ. അന്നേരം ചേച്ചിയോട് നല്ലോണം സംസാരിക്കണേ. ചേച്ചി പാവാണ്, ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പോൾ ഏട്ടൻ മിണ്ടാതെ ഒന്നും ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചേച്ചി ഇന്ന് വൈകിട്ട് ഏട്ടൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നാളെ രാവിലെ കല്യാണത്തിന് വരും മുൻപ് ഷോപ്പിൽ കൊണ്ടുവിടുകയും വൈകിട്ട് തിരികെ വന്ന ശേഷം കൂട്ടിക്കൊണ്ടു വരികയും വേണം കേട്ടോ. എന്നെ അവിടുത്തെ ആൻറ്റിയും അഞ്ചും ചേച്ചിയൊക്കെ എത്ര സ്നേഹത്തിലാണ് നോക്കുന്നതെന്ന് അറിയോ? അപ്പോൾ അത്രയും നല്ലോണം നമ്മളും ചേച്ചിയെ നോക്കണം. താൻ പറയുന്ന കേട്ട് കണ്ണ് ചുളിച്ച് തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി പല്ല് മുഴുവനും പിടിൽ കാണിച്ച് നിഷ്കളങ്കമായൊരു ചിരിയോടെയാണ് നിവി പറഞ്ഞത്. ഇതൊക്കെ നീ ഇന്നാളൊരു ദിവസം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും പറയുന്നത്? അവളെന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാണ്. എന്തേ, ഏട്ടൻ ഇഷ്ടമായില്ലേ? കള്ളന്നോട്ടം നോക്കിക്കൊണ്ട് കുറുമ്പോടെ തിരക്കി പെണ്ണം. ഇഷ്ടായി. അല്ലെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞി പറയുന്നത് എന്താ ഇഷ്ടമാവാത്തത്? ഏട്ടൻ്റെ ജീവനല്ലേ കുഞ്ഞി? അവളെ താടിയിൽ പിടിച്ച് നോമനിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാലോ എൻ്റെ ഏട്ടൻ ഞാൻ പറഞ്ഞാൽ എന്നും കേൾക്കുമെന്ന്. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ. അന്നേരം മിണ്ടാതെ ഈ കുഞ്ഞ് പറയുന്നത് കേൾക്കണം. പറഞ്ഞുകൊണ്ട് തന്നെ നിരഞ്ജനെ കെട്ടിപ്പുണർന്ന് കവളിൽ ഉമ്മ വെച്ചിട്ട് അകത്തേക്ക് ഓടി നിവി. വൈകിട്ട് ആര്യ പതിവായി ഇറങ്ങുന്ന സമയമായപ്പോൾ നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആര്യ. പുറത്തേക്ക് ഇറങ്ങി വന്ന നിരഞ്ജൻ അവൾക്ക് അടുത്തേക്ക് വന്ന് വിളിച്ചു. എന്താ? കസറിൽ നിന്നും ഞെട്ടിപ്പെടഞ്ഞ് എഴുന്നേറ്റ് അവൾ അവനോട് തിരക്കി. എന്തിനാടെ വെപ്രാളം? ഇറങ്ങാൻ നേരം ആയല്ലോ, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. വിനീഷ് ഒന്ന് വന്നോട്ടെ കേട്ടോ. 5-ന് ആര്യ പോയി കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ബില്ലിങ്ങിൽ ബിനീഷാണ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇവിടുന്ന് ഈ നേരത്തെ ബസ് ഉണ്ടല്ലോ, ആര്യ വെപ്രാളത്തോടെ പറഞ്ഞു. അയ്യോ ചതിക്കല്ലേ, എൻ്റെ കുഞ്ഞ് ഇന്നിവിടെ രാവിലെ വീട്ടിൽ വന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചു പോയതാണ് ഇയാൾ ഒറ്റയ്ക്ക് വിടരുതെന്ന്. നിരഞ്ജൻ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് ബസ്സിൽ പൊയ്ക്കോളാം. ആര്യ വല്ലായ്മയുടെ വീണ്ടും പറഞ്ഞു. അത് വേണ്ട ആര്യ, ദാ ബിനീഷ് വന്നു, താൻ ഇറങ്ങിക്കോ, ഞാനിപ്പോൾ കാറിൻ്റെ കീ എടുത്തു വരാം. പുറത്തുനിന്നും ധൃതിയിൽ കയറി വരുന്ന ബിനീഷിനെ കാണി ആര്യോട് പറഞ്ഞിട്ട് നിരഞ്ജൻ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാറെടുത്ത് ഷോപ്പിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിരഞ്ജൻ. കയറിക്കടോ. കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തെ ഡോർ തുറന്നു കൊണ്ടിട്ട് നിരഞ്ജൻ പറഞ്ഞു. ഞാൻ പിന്നിലിരുന്നോളാം. ആര്യ മടിയോടെ പറഞ്ഞു. പിന്നിലിരുന്നിട്ട് എന്നെ ഡ്രൈവർ ആക്കാനാണോ? ഇങ്ങോട്ട് കയറിയിരിക്കടോ. നിരഞ്ജൻ വീണ്ടും പറഞ്ഞത് മനസ്സോടെ ആര്യ മുന്നിലേക്ക് തന്നെ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റോടെ ഇട്ടേക്കു കേട്ടോ. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. മെല്ലെ നിന്ന് മൂളിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് വരാ. എടോ, തന്നെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ഷോപ്പിലേക്കും വീട്ടിലേക്കും ഞാൻ തന്നെ കൊണ്ടുവരികയും പോവുകയും വേണമെന്ന് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസവും മുൻപം തന്നെ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നു കേട്ടോ. അതൊന്നും പോരഞ്ഞിട്ട് ഇന്ന് രാവിലെ കൂടെ വീട്ടിലേക്ക് വന്ന് എന്നെ ഓർമ്മിപ്പിച്ചിട്ടാണ് പോയത്. ഇനി തൻ്റെ വാക്കും കേട്ട് ഞാനെങ്ങാനും തന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ അവളെന്നെ ശരിയാക്കും കേട്ടോ. അതുകൊണ്ട് കൂടെയാണ് തനിക്ക് വരാൻ മടിയാണെന്ന് മനസ്സിലായിട്ടും ഞാൻ നിർബന്ധിച്ചു കൂട്ടിയത്. തനിക്കൊപ്പം വരാനുള്ള അവളുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കും പോലെയാണ് നിരഞ്ജൻ പറഞ്ഞത്. നിവിക്ക് ഞങ്ങളോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരും ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ഒക്കെ അറിയുന്നൊരു പെൺകുട്ടി. അവളെപ്പോലെയുള്ളൊരു മകളെ, സഹോദരിയെ, കൂട്ടുകാരിയൊക്കെ കിട്ടാൻ ഭാഗ്യം വേണം. അവളെൻ്റെ അബിയുടെയും ഞങ്ങളുടെയും ഒക്കെ ഭാഗ്യമാണ്. നിവിയുടെ ഓരോ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി നിറഞ്ഞ മനസ്സോടെ തന്നെ പറഞ്ഞു ആര്യ.
10-20 വർഷം മുൻപ് വലിയ ഇടിയും മിന്നലും മഴയും ഉള്ളൊരു വൈകുന്നേരം എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന നിധിയാണ് എൻ്റെ കുഞ്ഞ്. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ ആര്യ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാണൻ വേണൽ കൊടുക്കും എൻ്റെ മോള്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ പുണ്യമാണ് എൻ്റെ കുഞ്ഞി. നനപൂർണ്ണ മെഴികളോടെ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്ന ചുണ്ടുകളോടെ അനിയത്തോടുള്ള വാത്സല്യം നിറച്ച് നിരഞ്ജൻ പറയുമ്പോൾ ആദ്യമായി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു ആര്യ. എൻ്റെ കുഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ആര്യ നിങ്ങൾക്കൊക്കെ? താൻ പറയുന്നത് കണ്ണിമ മായ്ക്കാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരോട് പുഞ്ചിരിയോടെ ചോദിച്ചു നിറഞ്ഞ്. ഇഷ്ടമാണ്. അതെനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും മഞ്ജുവിനും ഒക്കെ അങ്ങനെയാണ്. പിന്നെ അബി, അവൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. നിവിയോടുള്ള അബിയുടെ സ്നേഹവും ഇഷ്ടമൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നേർത്തൊരു ചിരിയോടെ ആര്യ പറഞ്ഞു. എൻ്റെ കുഞ്ഞിക്ക് എല്ലാവരും സ്നേഹിക്കാൻ അറിയൂ. മനസ്സിലൊന്ന് വെച്ച് പുറമെ അഭിനയിക്കാൻ വലിയ പാടാണ് ആൾക്ക്. അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. അവൾ സ്നേഹിക്കുന്നവർ വിഷമിക്കുന്നത് അവൾക്ക് സഹിക്കാനാവില്ല. ചതിയും കള്ളത്തരവും ഒന്നും അവൾക്കറിയില്ല. അനിയത്തിയെക്കുറിച്ച് 100 നാവോട് ഓരോന്ന് പറയുന്ന നിരഞ്ജനെ കേട്ടിരിക്കെ എന്തുകൊണ്ടോ ആര്യയ്ക്ക് നിരഞ്ജൻ എന്ന സഹോദരനോട് വല്ലാത്തൊരു ബഹുമാനമോ സ്നേഹമോ ഒക്കെ തോന്നി. ബോറടിച്ചു ആര്യയ്ക്ക്. എനിക്ക് കുഞ്ഞെപ്പറ്റി പറയാൻ തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല, അതാട്ടോ. അവളുടെ കണ്ണ് ചിമ്മാതെയുള്ള നോട്ടം കാണേ ചെറിച്ച് അമ്മയോട് ചിരിച്ചോണ്ട് നിരഞ്ജൻ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നീവിക്കുട്ടിയെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ചിരിക്കുമ്പോൾ തീരെ ചെറുതാവുന്ന അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന വാത്സല്യത്തിലേക്ക് നോക്കി ആര്യ പറഞ്ഞു. പറ്റുമെടോ, ഇത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ച എൻ്റെ കുഞ്ഞെ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ ആളുണ്ടായില്ലേ? പണത്തിന് വേണ്ടി എൻ്റെ മോളെ തള്ളി പറഞ്ഞില്ലേ? ഏതേതോ ഓർമ്മകളിൽ നിരഞ്ജൻ പറഞ്ഞു. ആർക്ക് എന്തൊക്കെ ചെയ്താലും നന്മയെ വിജയിക്കും. ഇപ്പോൾ അതങ്ങനെ തന്നെ ആവുകയും ചെയ്തില്ലേ? ഒരു നിമിഷം എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ മുഴുകിപ്പോയവൻ ആര്യ പറഞ്ഞു കേട്ട് മുഖം തിരിച്ച് അവളെ നോക്കി മെല്ലെ എന്ന് പുഞ്ചിരിച്ചു. ആ, മക്കൾ രണ്ടാളും എത്തിയോ? ഞാൻ നീ നോക്കിയിരിക്കുകയായിരുന്നു. എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ലായിരുന്നല്ലോ. കാറിൽ നിന്നും ഇറങ്ങുന്ന ആര്യയെ കണ്ടതും ഉമ്മറപ്പടിയിൽ അവളെ വരവും കാത്തിരുന്ന ശാരദാമ്മ പറഞ്ഞു. ഞാനിന്നും 5 മണിക്ക് ഇറങ്ങും അമ്മ. അബി ആ നേരത്ത് കൂട്ടാൻ വരുമല്ലോ. ഭാഗമെടുത്ത് അവർക്ക് അടുത്തേക്ക് വരുമ്പോൾ പുഞ്ചിരിയോടെയാണ് ആര്യ പറഞ്ഞത്. അതെ, ഇന്ന് മോള് മാത്രമല്ല, മോനും കൂടെ ഉണ്ട്. ശാരദാമ്മ തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നെന്ന് തോന്നി നിറഞ്ഞൻ കുഞ്ഞൊരു കുശുമ്പ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. എൻ്റെ കുശുമ്പൻ മോനെ, ഞാൻ കണ്ടല്ലോ. രണ്ടാളും വായോ, അമ്മ ചായ എടുക്കാം. അവൻ്റെ ഭാവം കണ്ട് ചിരി പൊട്ടിയ ആര്യയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ശാരദാമ്മ പറഞ്ഞത്. എനിക്ക് ഷോപ്പിലേക്ക് തിരികെ പോകണം. ആര്യ മുറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അടുക്കളയിലേക്ക് നടന്ന അവർക്ക് പിന്നാലെ ചെല്ലുമ്പോൾ കൂർത്ത നോട്ടത്തോടെ നേരി പിണക്കത്തോടെ നിരഞ്ജൻ പറഞ്ഞു. ഇതിപ്പോ നിവിമോൾക്ക് പോലും ഇല്ലാത്ത കുശുമ്പാണല്ലോ. നിരഞ്ജന്റെ മുഖത്തെ നേരത്തെ പിണക്ക ഭാവം കാണി ചിരിച്ചുകൊണ്ട് അമ്മ തിരക്കി. ആര്യ കണത്തോടെ തന്നെ എന്നെ വേണ്ടതായല്ലേ? ഞാൻ പറഞ്ഞതിന് ശേഷമല്ലേ എന്നെ കണ്ട ഭാവം കാണിച്ചത്? കുട്ടികളെപ്പോലെ പിണക്കം നിറഞ്ഞ നോട്ടത്തോടെ വാതിൽപ്പടിയിൽ നഖം കൊണ്ട് ചുരുണ്ടിക്കൊണ്ട് പറഞ്ഞു നിരഞ്ജന്റെ ആ ഭാവവും നിൽപ്പും ഒക്കെ നോക്കി നിൽക്കെ ശാരദാമ്മയ്ക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹമോ അലിവോ ഒക്കെ തോന്നിപ്പോയി. എപ്പോഴും അമ്മയുടെ വാത്സല്യം കൊതിക്കുന്ന, അച്ഛൻ്റെ കരുതൽ കൊതിക്കുന്ന ഒരു മനസ്സ് അവനുള്ളിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമാവുകയായിരുന്നു. അയ്യേ, ഈ തണ്ടും തടിയും മാത്രമേ ഉള്ളൂ അല്ലേ? കുഞ്ഞു പിള്ളേരുടെ മനസ്സും പ്രവൃത്തിയാണല്ലോ ചെക്കാ നിനക്ക്. ആ പെൺകൊച്ചു കാണണ്ട ഈ പിണക്കവും പൈപ്പവും ഒന്നും. വാ, ഇവിടെ വന്നിരിക്കെ. ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ കൂടി ആക്കിയാൽ മതി. നിറഞ്ഞിൻ്റെ കൈ പിടിച്ച് അടുക്കളയിൽ കിടന്ന സ്റ്റൂളിൽ എത്തിയിട്ട് കുഞ്ഞുങ്ങളോട് പറയും പോലെ പറഞ്ഞുകൊണ്ട് അവർ ചായക്കുള്ള വട്ടം കൂട്ടി. ചേച്ചി ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നിവി. ചേച്ചിക്ക് നമ്മുടെ കൂടെ വന്നാൽ എന്തായാലും അമ്മയുടെ മുഖത്തൊരു സന്തോഷമില്ല. വിനിയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ആഹാരവും കഴിച്ചു കഴിഞ്ഞ് തിരികെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പോകാൻ ധൃതി കൂട്ടുന്ന രാധിക്ക് നോക്കി അഞ്ജു അവളോട് പറഞ്ഞത്. അതെനിക്കും തോന്നി അഞ്ജു. ഇന്നലെ രാത്രിയൊക്കെ ആൻറ്റി തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വരാതിരുന്നത് നന്നായി. എൻ്റെ ഏട്ടനോട് ഇച്ചിരിയെങ്കിലും ഒന്ന് ഇണങ്ങട്ടെ ആ പൂച്ചക്കുഞ്ഞ്. രാധികയുടെ കാര്യം പറഞ്ഞത് അഞ്ജു കേൾക്കാനായും ആര്യയുടെ കാര്യം വളരെ പതിയും ചിരിയുമായാണ് നിവി പറഞ്ഞത്. എന്താണ് ഇന്ന് പിറുപിറുക്കുന്നത്? നിവി പറഞ്ഞത് മുഴുവനും കേൾക്കാഞ്ഞിട്ട് അഞ്ജു ചെവി കുറിപ്പിച്ചുകൊണ്ട് തിരക്കി. ഞാൻ കാർ എടുത്ത് വരാം, നിങ്ങൾ 3 അങ്ങോട്ട് ഇറങ്ങി നിന്നോ. തൻ്റെ കയ്യിൽ തൂങ്ങിപ്പിടിച്ചെന്ന വേദന കൂട്ടി കാറിനടുത്തേക്ക് പോകുന്നേരം നിവിയോടും അഞ്ജുവിനോടും രാധികയോടുമായി അവി പറഞ്ഞതോടെ അഞ്ജുവിൻ്റെ ശ്രദ്ധ അങ്ങോട്ടായി. നിവിയെ ആശ്വാസം പോലെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. അമ്മ, ഇതാരെ വിളിക്കുന്നേ? ചേച്ചിയാണോ? രാധിക എന്തോ തെരുമ്മിക്കൊണ്ട് ഫോൺ തിരികെ ബാഗിലേക്ക് വെക്കുമ്പോൾ നിവിയുടെ കൈയും പിടിച്ച് അവർക്കടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ അഞ്ജു തിരക്കി. ആ, ഉച്ചയ്ക്ക് വിളിച്ചിട്ടും അവൾ എടുത്തില്ല. എന്താണോ എന്തോ. അതിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമില്ല. ഉച്ചയ്ക്ക് രഞ്ജിമോനൊക്കെ പോയപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു. രാധിക സങ്കടത്തിൽ അതിലേറെ വേവലാതിയോടെ പറഞ്ഞു. ആൻ്റെ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ചേച്ചിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഏട്ടനോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ. ആൻറ്റിക്ക് എന്നെ വിശ്വാസമില്ലേ? അവരുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചോണ്ട് നിവി ചോദിച്ചു. രഞ്ജു മോനും ശാരദ ചേച്ചിയും അവളെ നല്ലോണം നോക്കും, അതെനിക്കറിയാം. എങ്കിലും അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നെന്ന് ഓർക്കുമ്പോൾ എന്തോ പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് എത്താൻ തോന്നുന്നു മോളെ. അല്ലാതെ
അവരെയോ മോളെയോ വിശ്വാസത്തിലാഞ്ഞിട്ടല്ല. നിവിയുടെ കവൾ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. കാര്യം പറഞ്ഞു നിൽക്കുവാണമ്മ, വേഗം പോണം എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ മൂന്നും? തല പുറത്തേക്കിട്ട് അവി തിരക്കിയപ്പോഴാണ് മൂന്നും കൂടെ വിനിയോടും കനിയോടും കൈവീശി കാണിച്ച് ബാഗുകളും എടുത്ത് ഓടിച്ചെന്ന് കാറിൽ കയറിയത്.